യെസ്, ഇന്നും നല്ല സുഖമുള്ള കോട്ടൺ, പ്യുർ കോട്ടൺ ആയിട്ടുള്ള കോട്ടണിലെ 2 പീസ് ഡ്രസ്സുമായിട്ടാട്ടോ വന്നേക്കുന്നത്. ടോപ്പും ബോട്ടോ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ, പ്യുർ കോട്ടൺ. കാണുമ്പോൾ തന്നെ ഇല്ലേ നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള ഒരു കളേഴ്സ് അല്ലേ ഇത്. ഇതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള വേറൊരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പേസ്റ്റൽ ഗ്രീൻ കളർ, സെയിം പ്രിന്റ് പാറ്റേൺ. അതായത് ഒരു നമ്മുടെ എന്തുവാ ജമന്തി പൂവിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്ലോറൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഫ്ലോറൽ. അത് ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടോ? ഇതിപ്പോ എന്തെങ്കിലും ഒരു ഫ്ലോറൽ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഇച്ചിരി കൊട പോലെ നിൽക്കുന്ന ഒരു പൂവിന്റെ ഔട്ട്ലൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് അതിന്റെ ചുറ്റുമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നേക്കുന്ന ഒരു ടൈ ആൻഡ് ഡൈ വെള്ളം സ്പ്ലാഷ് ചെയ്ത പോലെ വാട്ടർ കളർ ഇഫക്റ്റ് ആണ്. വാട്ടർ കളർ ഇഫക്റ്റിലുള്ള ഒരു പ്രിന്റ് ഡിസൈൻ ആണ്. സ്ക്രീൻ പ്രിന്റഡ് ഫാബ്രിക് ആണ്. സിക്സാഗ് പാറ്റേണിൽ വരുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഇത് അവൈലബിൾ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ ടോപ്പിന് ഒരു പോക്കറ്റും ഉണ്ട്. ടോപ്പിന് പോക്കറ്റ് ഉണ്ട്. കംഫർട്ടബിൾ വെയർ ആ കാറ്റഗറി കംഫർട്ട് വെയർ സീരീസിൽ നമ്മൾ നേരത്തെ RGA കോഡിലായിരുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ GHB കോഡിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഞങ്ങൾക്ക് റെഗുലർ വെയർ ആയിട്ട് ട്രിപ്പിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന, എന്നാൽ ഒരു മൊബൈലൊക്കെ പോക്കറ്റില്. അതെ, നമുക്കിപ്പോ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും മൊബൈൽ ഇല്ലെങ്കിൽ നമുക്കിപ്പം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പൈസ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ മൊബൈൽ മാത്രം പോക്കറ്റിൽ വെയർ ചെയ്തുകൊണ്ട് ഒരു സൺഗ്ലാസും ഒക്കെ വെച്ച് നല്ല സ്റ്റൈലിംഗ് ചെയ്ത് പോകാനായിട്ട് അല്ലേ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. GHB 102 എന്ന കോഡിലാണ് റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1449 ആണ് കേട്ടോ. ടോപ്പും ബോട്ടും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വിതൗട്ട് ലൈനിങ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഒരു കളറും കൂടി അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ, തളിരില പച്ചയുടെ പേസ്റ്റൽ ടോണിൽ വന്നത്. ഇത് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതെല്ലാം വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സൈസസിന്റെ കാര്യം ഒന്ന് പ്രത്യേകം എടുത്ത് പറയണം അല്ലേ. നമ്മള് സാധാരണ ഇപ്പൊ RGA സീരീസിലൊക്കെ ഉള്ള കുർത്തീസ് ആണെങ്കിൽ നമ്മൾ XL ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സൈസ് ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഇതിന്റെ ബോട്ടത്തിന്റെ ലെങ്ത് 38 ഇഞ്ചസ് ആണ് വന്നേക്കുന്നത്. നമ്മൾ നോർമലി ചില കുർത്താസിനകത്ത് 39ഉം 40 വരാറുണ്ട്. ബോട്ടം കുറഞ്ഞ ബോട്ടം 38 ആംഗിൾ ലെങ്തേ വരത്തുള്ളൂ. 5'7" ഒക്കെ ഹൈറ്റ് ഉള്ള ആളുകൾക്ക് ആംഗിൾ ലെങ്ത്, ഞാനും ചേച്ചിയും വെയർ ചെയ്തിരിക്കുന്ന ഈ ലെങ്ത്തിലായിരിക്കും ബോട്ടത്തിന്റെ ഇത് വന്നേക്കുന്നത്. അപ്പം ആ ഒരു പോക്കറ്റ് ഉണ്ടാവില്ല, ബോട്ടത്തിന് പോക്കറ്റ് ഇല്ല. ബോട്ടം വളരെ പക്ഷേ ഫ്രണ്ടും ബാക്കും ഫുൾ ആയിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ഗോ അല്ലേ. നല്ല വളരെ കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള. അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. വെബ്സൈറ്റിൽ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പം കസിൻസിന് എല്ലാവർക്കും കൂടി ട്വിന്നിങ് ആയിട്ട് ഒരു പല കളേഴ്സിൽ ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ആയിട്ട് ഇടണമെങ്കിലും ഒക്കെ നല്ലതാണ്. മൽക്കോട്ടനും കൂടെ ആണ്. അപ്പൊ നമുക്കൊരു ഇപ്പോഴത്തെ ഈ ടൈമിൽ നമുക്ക് ഈ വെക്കേഷൻ ടൈം മാത്രമാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഗെറ്റ് ടുഗദറിനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്, ബ്രീത്തബിൾ ആണ്. അതാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഇതാണ്, ബ്രീത്തബിൾ ആയിട്ടുള്ളതാണ്. ഒരു മൽക്കോട്ടന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്കറിയാം എന്തൊരു ചൂട്. ഞങ്ങൾ നല്ല ചൂടത്താണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ആ സ്വെറ്റ് ഉണ്ടെങ്കിലും ഉടുപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അതിന്റെ കളർ കാണുമ്പം വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള കളറാണ്, നല്ല ഒരു കംഫർട്ടബിൾ സോണിലാണ്. അപ്പൊ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അത് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ട്വിന്നിങ് ചെയ്തിട്ടുണ്ട്. ട്വിന്നിങ് ചെയ്തിട്ടുള്ള ഒത്തിരി ഡിഫറെന്റ് കുർത്തി കളക്ഷൻസ്, ടോപ്പും ബോട്ടും. നേരത്തെ നമ്മൾ സൗത്ത് കോട്ടന്റെ ഒരു നല്ല ഭംഗിയുള്ളത് ഒരു കളക്ഷൻ വരുന്നുണ്ട്, പബ്ലിഷ് ചെയ്താൽ നമുക്കത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മള് ജൂട്ടിന്റെ സെമി ജൂട്ട് ഫാബ്രിക് ഡ്രസ്സായിട്ടും അതുപോലെ തന്നെ പാറ്റേണിൽ ഇടാൻ പാകത്തിനുള്ളതൊക്കെ വെബ്സൈറ്റിലുണ്ട്. ഈ കോഡ് ഒന്ന് സെർച്ച് ചെയ്തോട്ടോ. GHB എന്ന കോഡില് ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ അപ്ലോഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. വീണ്ടും കാണാം അടുത്തൊരു ഡിഫറെന്റ് കളക്ഷനുമായിട്ട്. കാഷ്വൽ കോട്ടൺ കുർത്താസിന്റെ ഒരു കളക്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ രസമുള്ള ഒരു 2 ഷെയ്ഡ്സ് ആണ്. പീച്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏതൊരു ടൈമിൽ വേണമെങ്കിലും ജസ്റ്റ് വെയർ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് ഷോപ്പിങ്ങിനാണെങ്കിലോ കോളേജ്, വർക്ക് പ്ലേസ്, എനിത്തിങ് എല്ലാത്തിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ പ്യുർ കോട്ടൺ കുർത്ത. ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വീവിങ് സ്റ്റൈലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബ്ലാക്ക് യാൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈൽ, കോളേർഡ് പാറ്റേൺ ആൻഡ് കോക്കനട്ട് ഷെൽ ബട്ടൺസ് ഫുൾ ബോഡിയിൽ സെന്റർ പോർഷനിൽ വരുന്നുണ്ട്. ആൻഡ് ഒരു സ്മോൾ സ്ലിറ്റും ലോവർ പോർഷനിൽ വിത്ത് സൈഡ് സ്ലിറ്റ് ആൻഡ് വിതൗട്ട് ലൈനിങ് ആട്ടോ വന്നിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. നമുക്ക് വളരെ മോഡസ്റ്റ് ആയിട്ട് വെയർ ചെയ്യാം. ഇത് ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്യുന്ന ഒരു സ്റ്റൈലല്ല, നമുക്ക് കുർത്തയായിട്ട് തന്നെ വെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു
ബ്ലാക്ക് ഷിഫോൺ ദുപ്പട്ട പോലെയൊക്കെ ഒരു കാഷ്വൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് 1199 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. GHB 121 എന്ന കോഡിൽ 2 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. നെക്സ്റ്റ് വണ്ണിൻ്റെ ആൻഡ് നല്ല ഫിറ്റിംഗ് ആണ്. ഞാനത് വിത്തൗട്ട് ഓൾട്രേഷൻ സ്മോൾ സൈസാണ് കേട്ടോ വെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി വന്നിരിക്കുന്നതാണ്. ആൻഡ് വി ഹാവ് എ പടി ഡീറ്റെയിലിംഗ് അറ്റ് ദി hem of the sleeve as well. അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇന്നിപ്പോൾ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ അല്ലാത്ത ദിവസങ്ങൾ റിയലി സണി ഔട്ട്സൈഡ് ഒരു ഭയങ്കര ഫിറ്റിങ്ങിനെക്കാട്ടിലും ഒരു ലൂസ് ഫിറ്റിൽ കംഫർട്ട് ഫിറ്റിൽ വെയർ ചെയ്യുന്നതന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ GHB 121 എന്ന കോഡിൽ റെഡി ഡിസ്പാച്ച് ആയിട്ട് സ്റ്റോക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. 6 പ്രിന്റഡ് സിക്സാക് പ്രിന്റ് പാറ്റേണിൽ 2 കളർ ഓപ്ഷൻസ് കൊണ്ടുവന്നേക്കും കേട്ടോ. യെസ്, യോക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ആൻഡ് ഒരു പടി ഡീറ്റെയിലിംഗ് ബട്ടൺസസ് ഒക്കെ ആയിട്ട് വന്നേക്കുന്ന കുർത്തി അല്ലേ? ആ സിക്സാഗിനകത്തും ഒരു പ്രോമിനൻസ് ഉണ്ട്. ആ ഒരു ബ്ലാക്ക് കളറിലെ ഔട്ട്ലൈൻ കൊടുത്തോണ്ട് മസ്റ്റേർഡ് യെല്ലോയും ക്രീമും ഗ്രീനും പിങ്കും ആണ് എൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഡോണ്ടേഷനകത്ത് വന്നേക്കുന്നത് ടീൽ ഗ്രീനും ഒലിവ് ചേർന്നൊരു മസ്റ്റേർഡും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം ഒരെണ്ണം ഇച്ചിരി സട്ടിലും ഒരെണ്ണം ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ പാലറ്റാണ്. ഒറ്റ ഫാബ്രിക്കിൽ തന്നെ ഡിസൈൻ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കും. ഡിസൈനർ കുർത്തീസ് ഇന്ന് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഡിസൈനർ കുർത്തീസ് ഫാബ്രിക്കിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആൻഡ് സ്ലീവ്സിൻ്റെ ഡീറ്റെയിൽസിൽ പടി ഡീറ്റെയിലിംഗ് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെർട്ടിക്കലായിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മൾ ഇച്ചിരി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൈയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിനുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി നമ്മൾ ഇതിന് കൂടെ ഏത് കളർ പാൻറ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ക്രീം, ബ്ലാക്ക്, ഇതിനകത്ത് ലൈൻസിൽ കാണുന്ന ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അലമാരിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നത് തേച്ചിരിക്കുന്ന പാൻറ് ഏതാണോ അല്ലേ അതെടുത്ത് വെയർ ചെയ്യാം. ഒരു ഇച്ചിരി ഒരു മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അല്ലേ? കോട്ടൺ, പ്യുവർ കോട്ടൺ അല്ല, ബ്ലെൻഡഡ് കോട്ടൺ ആണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് GHP 106 എന്നാണ്. പ്രൈസ് വന്നിരിക്കുന്നതാണ് ഈ കുർത്തയുടെ ഏറ്റവും അട്രാക്റ്റീവ്. 899 രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള സിക്സാക് പാറ്റേണിൽ സ്ലിം ഫീൽ തോന്നുന്ന രീതിയിൽ വന്നിരിക്കുന്ന പാറ്റേൺ ചെയ്തിട്ടുള്ള വുഡൻ ബട്ടൺസോട് കൂടി കവറിങ് വന്നിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള കുർത്താസാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെയും സൈസ് ചാർട്ട് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെയർ ചെയ്തിരിക്കുന്നത് ലാർജാണ്.